ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൊറർ മൂവിയുടെ റിവ്യൂ പറയാനാണ് വന്നിട്ടുള്ളത്. മിഡ്സോമർ എന്നാണ് പടത്തിൻ്റെ പേര്. ഭയങ്കര ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് പടം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണയൊക്കെ ഹൊറർ സിനിമകൾ ശ്രദ്ധിച്ചതിന് എന്തെങ്കിലും ഒരു എലമെൻ്റ് ഉണ്ടാവും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ചിലപ്പോൾ പെട്ടെന്നുള്ള സൗണ്ട് എഫക്ട്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല രൂപങ്ങൾ വന്നു പോകുന്നതാവാം. ഇനി അതും അല്ലെങ്കിൽ രാത്രിയിലുള്ള ഒരു ഭീകരത കാണിച്ചിട്ടുള്ള വയലൻസ് ആവാം പടത്തിൻ്റെ ഹൊറർ എലമെൻ്റ് ആയിട്ട് കാണിക്കുന്ന പൊടിക്കൈകൾ. എന്നാൽ മിഡ്സോമറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകൽ വെളിച്ചത്തിലാണ് ഈ സിനിമ ടോട്ടാലിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പകൽ വെളിച്ചത്തിൽ നമ്മളെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആണ്. അതും പടത്തിൽ ഒരു സ്ഥലത്ത് പോലും ഈ പെട്ടെന്ന് പേടിപ്പിക്കുന്ന രൂപങ്ങളോ ഭയാനകമായ പ്രേതങ്ങളെ കാണിക്കുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഒരു എന്താ പറയുക, ഒരു സ്വപ്നമൊക്കെ കണ്ട് സ്വപ്നത്തിലൊക്കെ ഉള്ള ഒരു വിഷ്വൽ എങ്ങനെയായിരിക്കും ആ രീതിയിലാണ് പടത്തിൻ്റെ മേക്കിംഗ് പോകുന്നത്. ഇതിൻ്റെ കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഡാനി എന്ന് പറയുന്ന ഒരു ലേഡി ക്യാരക്ടറാണ് ഈ പടത്തിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. ഡാനി ഒരു ട്രോമയിലൂടെ കടന്നു പോവുകയും അതിലുള്ള ഒരു ഡിപ്രഷനിലൂടെ ഇടയ്ക്കിടയ്ക്ക് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ വെക്കേഷന് ഡാനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഡാനിയുടെ കാമുകനും അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്. ഇവരെല്ലാം കൂടി ഈ ഫ്രണ്ട്സിലത്തെ പെല്ലെ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ നാട് സ്വീഡനിലുള്ള ഒരു ഉൾഗ്രാമമാണ്. അവിടേക്ക് വെക്കേഷന് ഇവർ പോവുകയും അവിടെ 90 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു ആചാരമുണ്ട്. ആ ആചാരത്തിൽ പങ്കെടുക്കാം, അവിടെ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് പെല്ലെയാണ് ഇവരെ കൂട്ടിക്കൊണ്ട് സ്വീഡനിലെ ആ ഒരു ഉൾഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടുത്തെ വ്യത്യസ്തമായ ആചാരങ്ങളിൽ ഇവർ പങ്കുചേരുകയും അതിൽ നിന്നുണ്ടാവുന്ന എലമെൻസുമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. പടം വല്ലാത്തൊരു മൂഡാണ്. ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബോബി ക്രിലിക് എന്ന് പറയുന്ന ദ ഹക്സൻ ക്ലോക്ക് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക് ഒരു രക്ഷയില്ല. അതായത് നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടി പ്രത്യേക സൗണ്ട് എഫക്ട്സോ അങ്ങനത്തെ ഒരു സ്ഥിരം ടിപ്പിക്കൽ പാറ്റേൺ അല്ല ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മളെ ഇങ്ങനെ ഒരു മൂഡിൽ കൊണ്ടുപോയി വളരെ സ്ലോ പേസിലാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ലോ പേസിൽ കൊണ്ടുപോകുന്നതിനനുസരിച്ച് മൈന്യൂട്ടായിട്ടുള്ള മ്യൂസിക് കൊടുത്ത് വേറെ തന്നെ ഒരു മൂഡിലാണ് അതിൻ്റെ മ്യൂസിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പടത്തത്തെ പല സീനുകളിലും ഈ ചുമർ ചിത്രങ്ങൾ ഇതിൽ നല്ലപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ചുമർ ചിത്രങ്ങളിലൊക്കെ ആക്ച്വലി ആ സിനിമയുടെ കഥ തന്നെ ശരിക്കും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും ആ സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് കയറില്ല. കാരണം നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ആചാരങ്ങളാണ് സിനിമയിൽ കാണുന്നത്. അതും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, ഇനി ഒരു പക്ഷെ ഉണ്ടെങ്കിലോ എന്ന് നമ്മൾ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ആചാരം. നമ്മുടെ ഇവിടെയൊക്കെ നരബലി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ആചാരത്തിൻ്റെ വേറൊരു വേർഷനാണ് ഈ പടത്തിൽ കാണിച്ചിട്ടുള്ളത്. അതും ഭയങ്കര ഭയാനകമായ രീതിയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത സിനിമയാണ് മിഡ്സോമർ. അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം ഹൊറർ സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു സിനിമ എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കാൻ പറ്റിയ പടമാണ് മിഡ്സോമർ. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ പടമൊന്നും മിസ് ചെയ്യാൻ പാടില്ല. 2019 ഇറങ്ങിയ സിനിമയാണ്. ഇപ്പോഴും ആ സിനിമയുടെ പോലൊരു കണ്ടന്റ് ഞാൻ വേറൊരു ഹൊറർ സിനിമയിൽ കണ്ടിട്ടില്ല. സോ പറ്റുന്ന എല്ലാ ഓഡിയൻസിനോടും എനിക്ക് പറയുന്നത്, ഒരിക്കലും മിസ് ചെയ്യരുത്. പറ്റുകയാണെങ്കിൽ തീർച്ചയായും ഈ പടം കാണണം. സോ താങ്ക് യു ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പടം കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. ഞാനിപ്പോഴാണ് ഈ പടം കാണുന്നത്. 2019 ഇറങ്ങിയ പടമാണ്. സോ കാണുകയാണെങ്കിൽ ഒന്നുകൂടി ഇതായിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഇത്ര 5 വർഷം കഴിഞ്ഞിട്ടും ഈ പടത്തിൻ്റെ ഇമ്പാക്റ്റ് അത്രത്തോളം ഉണ്ടെങ്കിൽ ആലോചിക്കാമല്ലോ. ഒരു ക്ലീഷ അല്ലാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ മറക്കാതെ പടം കാണുക. നീ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഗായ്സ്.